ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെയിൻ ലൂബിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 3M അതുപോലെ തന്നെ മോട്ടോളിൻ്റെ ചെയിൻ ലൂബാണ്. അപ്പോൾ ഈ രണ്ട് ലൂബ് നമ്മൾ രണ്ട് ബൈക്കിലായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഏത് ലൂബാണ് ബെസ്റ്റ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മോട്ടോൾ നമുക്ക് ഡൊമിനാർ 250ലും 3M നമുക്ക് ഡ്യൂക്ക് 250ലും ടെസ്റ്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ പറഞ്ഞ് ലാഗ് ആക്കണില്ല, നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോട്ടോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മോട്ടോൾ നമ്മൾ ഡൊമിനാർ 250ലാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മോട്ടോൾ C2 ഈ ഒരു ചെറിയ ബോട്ടിൽ നിന്ന് വരുന്നത് 240 റുപ്പീസാണ്. അപ്പോൾ മോട്ടോൾ നല്ലൊരു ബ്രാൻഡാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ലൂബാണ്, സ്റ്റിക്കി ആയിട്ടുള്ളൊരു ലൂബാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എന്തായാലും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ബൈക്ക് റണ്ണിങ്ങിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഓറിങ്ങിൻ്റെ പാർട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാണാം ഒരു സ്പ്രേ ടൈപ്പ് ലൂബാട്ടോ. ഇത് കണ്ടില്ലേ, ഒരു സ്പ്രേ ആയിട്ടുള്ളൊരു ലൂബാണ്. ഇതിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ ലൂബ് അടിക്കുമ്പോൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എല്ലാ ഭാഗത്തേക്കും ഇത് തെറിക്കുന്നുണ്ട്. കണ്ടില്ല, അങ്ങനെ പൊടി ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇത് സംഭവം തെറിക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 80% ലൂബും ചെയിനുമൊക്കെ പോകണുള്ളൂ, ബാക്കിയൊക്കെ പുറത്തേക്ക് തെറിക്കുകയാണ്. അതാണ് ഇപ്പോൾ മോട്ടോറിലൊരു ഡിസഡ്വാൻറ്റേജ് തോന്നിയത്. പിന്നെ കൈമേലൊക്കെ തെറിച്ചിട്ടുണ്ട്, എല്ലാ ഭാഗത്തേക്കും ഇത് തെറിക്കുന്നുണ്ട്. അതാണ് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. അപ്പോൾ മോട്ടോറിൻ്റെ കാര്യം ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും തെറിക്കണതാണ് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. നമ്മളെ കൈമലും എല്ലായിടത്തേക്കും ഇത് തെറിക്കുകയാണ്. ലൂബ് അടിപൊളിയാണ്, പക്ഷെ എന്നാലും ഈ തെറിക്കണതാണ് എനിക്ക് പറ്റുന്നത്. ഇപ്പോൾ നമ്മളെ വീലുമൊക്കെ ആയാലും എല്ലായിടത്തേക്കും ഇതിങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ ഇത് ഇങ്ങോട്ട് അതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് തെറിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഒരു കാർഡ്ബോർഡൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ലൂബ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് മോട്ടോളിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ലൂബ് അടിപൊളിയാണ്, നല്ല സ്റ്റിക്കി ലൂബാണ്, പക്ഷേ ഈ ഒരു അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കണതാണ് പ്രശ്നം. ഇനി നമുക്ക് 3Mൻ്റെ ചെയിൻ ലൂബ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 3M നമ്മൾ ഡ്യൂക്ക് 250ലാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 3Mൻ്റെ കൂടെ ഈ ഒരു ചെറിയൊരു പൈപ്പ് പോലത്തെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 3Mൻ്റെ ഒരു ഫോം ലൂബാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഒരു വൈറ്റ് കളർ ഫോം ലൂബായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ഡ്രോപ്പ് പോലും പുറത്തേക്ക് എടുക്കാൻ തെറിക്കില്ല. നമുക്ക് നല്ല ഷെയ്ക്ക് ചെയ്തിട്ട് അടിക്കുക. ഡ്രോപ്പ് പോലും പുറത്തേക്ക് എടുക്കും പോവില്ല, വീലുമൊക്കെ എടുക്കും തെറിക്കില്ല. കറക്റ്റ് നമ്മളെ ചെയിൻ ലൂബുമ്മ ഓറിങ്ങുമൊക്കെ മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അത്യാവശ്യം നല്ലൊരു ലൂബാണ്. കണ്ടില്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ലെയറും നമുക്ക് എല്ലാം നോക്കാൻ പറ്റും. അതായത് നമ്മൾ എത്ര ലെയർ അടിച്ച് എത്ര ഫുൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോട്ടോൾ മാതിരിയല്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഒന്നും കൂടി ബെസ്റ്റായിട്ട് തോന്നിയത്. മോട്ടോളിനെക്കാട്ടി ഒന്നും കൂടി ബെസ്റ്റായിട്ട് തോന്നിയത് 3M ആണ്. കാരണം എവിടേക്കും തെറിക്കണമൊന്നുമില്ല, കറക്റ്റായിട്ട് ആ ഒരു ചെയിനുമൊക്കെ മാത്രമാണ് ആവുന്നത്. അപ്പോൾ ഈ രണ്ട് ലൂബും നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് 3M ആണ്. പക്ഷേ ഈ രണ്ട് ലൂബും സെയിം ക്വാണ്ടിറ്റി ആണെങ്കിലും റേറ്റിൽ ഡിഫറൻസ് ഉണ്ട്. മോട്ടോളിന് 240 റുപ്പീസ്, അതുപോലെ തന്നെ 3Mന് 300 സംതിങ് റുപ്പീസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 3M അധികാരം വാങ്ങാത്തത്. എല്ലാവരും കൂടുതലായിട്ടും എല്ലാ ഷോപ്സിലും മോട്ടോളാണ് അവൈലബിൾ ഉള്ളത്. എല്ലാവരും മോട്ടോളാണ് വാങ്ങല്. അതുകൊണ്ട് 240 പ്രൈസ് നോക്കിയിട്ടാണ്. പക്ഷേ എനിക്കൊന്നും കൂടി ബെസ്റ്റായിട്ട് തോന്നിയത് 3M ആണ്. കാരണം മോട്ടോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും തെറിക്കുന്നുണ്ട്. നമ്മൾ കാർഡ്ബോർഡൊക്കെ വെച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ 3M അങ്ങനെയല്ല. 3M ഒന്നും കൂടി ഈസിയാണ്, നല്ല എവിടേക്കും തെറിക്കണമെന്നില്ല, കറക്റ്റ് ചെയിൻമൊക്കെ മാത്രമേ ആവണുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ചെയിൻ ലൂബ് കമ്പാരിസൻ്റെ വീഡിയോ. ഐ റെക്കമെൻഡ് 3Mൻ്റെ ചെയിൻ ലൂബാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.